ബിജോയ്, ഈ പ്രവാസികൾ ഇന്ത്യയിലേക്ക് പണം അയക്കാറുണ്ടല്ലോ, ധാരാളം പണം അയക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, നാട്ടിൽ സ്ഥലം വാങ്ങാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വളരെ വലിയൊരു തുക അയക്കുമ്പോൾ അതിന് നമ്മൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല, അത് എനിക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അതായത് ഈ സർവീസ് ചാർജാണ് ആളുകൾ അതിൻ്റെ അകത്ത്, അതായത് ടാക്സ് ആയി തെറ്റിദ്ധരിക്കും. അതെ, അതായത് പുറത്തുനിന്ന് ഫണ്ട്, അതായത് അവർ വിദേശത്ത് ലെജിറ്റിമേറ്റായിട്ട് സമ്പാദിച്ച പണം അവരുടെ ബന്ധുക്കൾക്കോ അവർക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് അയക്കുന്നതിന് ഒരു തടസ്സമില്ല, അതിന് ടാക്സ് ഇല്ല ഇന്ത്യയിൽ. പക്ഷേ ആ ഫണ്ട് ഇങ്ങോട്ട് അയക്കുന്ന നമ്മളൊരു സർവീസ് എടുക്കുന്നുണ്ടല്ലോ അവിടെ, ബാങ്കിൻ്റെ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചേഴ്സിൻ്റെ ഒരു സർവീസ് എടുക്കുന്നുണ്ടല്ലോ, മണി ട്രാൻസ്ഫറിങ് ഏജൻസിൻ്റെ ഒക്കെ സർവീസ് എടുക്കണ, അതിനൊരു സർവീസ് ചാർജ് ഉണ്ട്. ആ സർവീസ് ചാർജിൻ്റെ പുറത്ത് GST വരുന്നുണ്ട്. ഇന്ത്യയിലാണ് അത് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് GST വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ എവിടെയും പിടിച്ചുപറി എന്നുള്ള രീതിയിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നതിൽ നിന്നുണ്ടാവുന്ന ഒരു സംശയമാണ്. അതായത് പ്രവാസികൾ കഷ്ടപ്പെട്ട് പുറത്തുണ്ടാക്കിയ പണം ഇന്ത്യയിലേക്ക് അയക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് ടാക്സ് ചാർജ് ചെയ്യുന്നു എന്നുള്ളത്. ടാക്സ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവീസ് ചാർജിൻ്റെ പുറത്ത് സർവീസ് ടാക്സ് GST വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ആകെ വരുന്നൊരു ടാക്സ് എലമെൻ്റ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ അയക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 1000 രൂപ 1500 രൂപയായിരിക്കും അതിൻ്റെ സർവീസ് ചാർജ്. ആ 1500 രൂപയുടെ 18% ഈ GST കളക്ട് ചെയ്യുന്നുണ്ട്. അത് അല്ലാതെ അതിൻ്റെ പുറത്തൊരു ടാക്സ് വരുന്നില്ല. അതേസമയം ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള അക്കൗണ്ടിൽ നിന്ന് ഇദ്ദേഹം അയാളുടെ ഈ പ്രവാസിയുടെ വിദേശ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിനോ? അതായത് ഇന്ത്യയിലുള്ള, അതായത് രണ്ട് തരം അക്കൗണ്ടുകളാണല്ലോ പ്രവാസിക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതിൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഈ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ഇന്ത്യൻ കറൻസിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് ഇന്ത്യക്ക് പുറത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു ബൈ പ്രിൻസിപ്പിൾ. അതാണ് ഇന്ത്യയിലാണ് ആ അക്കൗണ്ട് ഇരിക്കുന്നത്, ഇന്ത്യൻ ബാങ്കിലാണ് അതുള്ളത്, അത് ഇന്ത്യൻ റുപ്പിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ബാലൻസ് കംപ്ലീറ്റ് ഇന്ത്യൻ ടെറിട്ടറിക്ക് പുറത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ബൈ പ്രിൻസിപ്പിൾ അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് അതിനെ എക്സ്റ്റേണൽ എന്ന് പറയുന്നതും പുറത്ത് സമ്പാദിക്കുന്ന പണം അതിലേക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് NRE എക്സ്റ്റേണൽ അക്കൗണ്ട്. ഈ പൊതുവേ നമ്മൾ NRI അക്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഓർഡിനറി, ഈ രണ്ട് തരം നോൺ റെസിഡൻറ്റ് ഇന്ത്യന് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന 2 അക്കൗണ്ടുകളാണ് NRE NRO. അപ്പോൾ അതിൽ NRE അക്കൗണ്ടിലെ ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും അവർക്കില്ല. NRO അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട്, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ പുറത്ത് സമ്പാദിച്ച പണമായിരിക്കും, ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും വാടക വരുമാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇവിടെ കിട്ടിയ ഫണ്ടായിരിക്കും. ഈ NRO അക്കൗണ്ടിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതുകൊണ്ട് അതിൽ കിടക്കുന്ന ഫണ്ട് ഫോറിനിൽ നിന്ന് ജനറേറ്റ് ചെയ്താവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് റെപ്പാട്രിയേഷൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെത്ര? അല്ല, അതിന് കൊണ്ടുപോകാനുള്ള പരിധികൾ എന്ന് പറയുന്നത് ഈ പരിധിയല്ല, അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് അതിൻ്റെ ടാക്സ് ഇന്ത്യയിൽ ഒടുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ടാക്സബിൾ അല്ല എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അതിൻ്റെ ഈ ട്രാൻസാക്ഷൻ്റെ അല്ലെങ്കിൽ ആ എമൗണ്ടിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഫോം 15CB എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇയാളുടെ NRI ആയിട്ടുള്ള ആളുടെ ഒരു 15CA എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലറേഷൻ. ഈ 2 ഡിക്ലറേഷനും ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്ക് ഈ എമൗണ്ടിൻ്റെ സോഴ്സ് ചോദിക്കും. ഈ ഇന്ത്യയിൽ എങ്ങനെ കിട്ടിയ എമൗണ്ടാണ്, ഇപ്പോൾ സ്ഥലം വിറ്റ് കിട്ടിയതാണെങ്കിൽ ചിലപ്പോൾ ആധാരത്തിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തതാണെങ്കിൽ ആ ഡെപ്പോസിറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ബാങ്ക് അത് എൻഷുർ ചെയ്യും. എന്നിട്ടേ ആ ഫണ്ട്, അപ്പോൾ NRO അക്കൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഫണ്ട് കൊണ്ടുപോകാൻ ഈ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ അതിന് വേറെ ചാർജസ് ഒന്നുമില്ല. ഈ ബാങ്ക് എന്തെങ്കിലും ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണതിൻ്റെ ചാർജസ് എടുക്കണമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനോടൊപ്പം തന്നെ സംഭവിക്കാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു NRI ആയിട്ടുള്ള ഒരാളുടെ ഒരു ബന്ധു, ഇപ്പോൾ അയാൾക്ക് അവിടെ പുറത്ത് കുറച്ച് പണം ആവശ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി മെയിൻ്റനൻസോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ NRI എന്ന് പറയുമ്പോഴത്തേക്കും ഈ GCC ഇപ്പോൾ നമുക്ക് പൊതുവേ ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളായതുകൊണ്ട് അല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് അയക്കുമ്പോഴത്തേക്കും പൊതുവേ GCCയിലേക്ക് അങ്ങനെ ഇവിടുന്ന് ഫണ്ട് അയക്കുന്ന ഒരു സാഹചര്യവും സാധാരണ കാണാറില്ല. എപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ളവർക്കാണ് ഇവിടുന്ന് ഫണ്ട് വീട്ടുകാർ അയച്ചു കൊടുക്കുന്നത് കാണുന്നത്, അവിടെ സ്ഥലം വാങ്ങാനും വീട് വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അയക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ വരെ ഫ്രീ ആയിട്ട് അയക്കാം. ഇപ്പോൾ അടുത്ത ബന്ധുവിന്, ഈ NRIയുടെ ഇന്ത്യയിലുള്ള അടുത്ത ബന്ധുവിന് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെയിൻ്റനൻസിനോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഫണ്ട് അയക്കാം. അതിന് 10 ലക്ഷം രൂപ വരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. 10 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 20% TCS ഉണ്ട്. അതായത് ഇപ്പോൾ 12 ലക്ഷം രൂപ നമുക്ക് അങ്ങോട്ട് അയക്കണമെങ്കിൽ 2,40,000 രൂപയും കൂടി TCS അടയ്ക്കണം. നമ്മൾ TCS ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 2,40,000 രൂപ TCS അടയ്ക്കണം. പക്ഷേ നമ്മൾ അടുത്ത വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് മേടിക്കാം.
അതായത് സർക്കാർ ഇത്രേ ഉള്ളൂ, 12 ലക്ഷം രൂപ അടയ്ക്കുന്ന ഒരാൾ ഇത് ഇവിടെ ഇന്ത്യയിൽ ടാക്സ് അതോറിറ്റീസ് അറിഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു പണമാണ് അയക്കണമെന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് മാത്രം അതിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സങ്ങളുമില്ല. NRO അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് കൊണ്ടുപോകുന്നതിന് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സർട്ടിഫിക്കറ്റ്, സ്വന്തം ഡിക്ലറേഷൻ, അസറ്റിൻ്റെ ഈ എമൗണ്ടിൻ്റെ സോഴ്സ്, അത്തരം ഡീറ്റെയിൽസ് ബാങ്കിന് കൊടുത്തിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിന് ഒരു സർവീസ് ചാർജ് മാത്രമേ വരുള്ളൂ. മൂന്നാമത്തെ കേസ് ഇവിടുത്തെ അടുത്ത ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഫാമിലി മെയിൻ്റനൻസിനും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് അയക്കുമ്പോഴത്തേക്കും 10 ലക്ഷം രൂപ വരെ ഫ്രീ ആണ്. 10 ലക്ഷത്തിന് മുകളിൽ 20% TCS അടയ്ക്കണം. പക്ഷേ അത് അടുത്ത വർഷം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ആ TCS അടച്ച എമൗണ്ട് അദ്ദേഹത്തിന് തിരിച്ച് റീഫണ്ട് ക്ലെയിം ചെയ്യും.